2017 മാർച്ച് 20-നാണ് മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവി കൊല്ലപ്പെട്ടത്. RSSകാരായ 3 പേരെ 3 ദിവസത്തിനുള്ളിൽ പിടികൂടി. 2019 ഒക്ടോബറിലാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത്. കോവിഡും ജഡ്ജിമാരുടെ സ്ഥലം മാറ്റവും കാരണം വിചാരണ പലവട്ടം മാറ്റിവെക്കേണ്ടി വന്നു. കേസ് പരിഗണിച്ച 8ാമത്തെ ജഡ്ജിയാണ് വിധി പറഞ്ഞത്. കേസിന്റെ നാൾവഴികളിലേക്ക്. കാസർഗോഡ് ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന കർണാടക കുടക് സ്വദേശിയായ റിയാസ് മൗലവി 2017 മാർച്ച് 20-നാണ് കൊല്ലപ്പെട്ടത്. പള്ളിക്കടുത്തെ താമസ സ്ഥലത്ത് വെച്ചാണ് 27-കാരനായ മൗലവിയെ പ്രതികൾ കഴുത്തറുത്ത് കൊന്നത്. 2017 മാർച്ച് 24-ന് RSSകാരായ കാസർഗോഡ് കേളിഗുഡ്ഡെ സ്വദേശികളായ ഹജീഷ്, നിതിൻ, അഖിലേഷ് എന്നിവർ പിടിയിലായി. 2017 ജൂൺ 19-ന് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രതികളുടെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിനായിരുന്നു. 215 രേഖകളും 45 തൊണ്ടിമുദ്രകളും കോടതിയിൽ സമർപ്പിച്ചു. 2019 ഒക്ടോബർ 8-നാണ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കേസിന്റെ വിചാരണ തുടങ്ങിയത്. 97 സാക്ഷികളെ വിസ്തരിച്ചു. കോവിഡ് മൂലവും ജഡ്ജിമാർ സ്ഥലം മാറിപ്പോയത് കാരണവും കേസ് പലതവണ മാറ്റിവെക്കേണ്ടി വന്നു. കേസിന്റെ വിധി പറഞ്ഞത് കേസ് പരിഗണിച്ച 8ാമത്തെ ജഡ്ജിയായ KJ ബാലകൃഷ്ണനാണ്. റിസർച്ച് ഡെസ്ക് 24.